ഷോൺ ജോർജും ഈ വിഷയത്തിൽ പ്രതികരിക്കും. ടോബിൻ ജോൺസണിനൊപ്പം ഷോൺ ജോർജ് ഉണ്ട്. ടോബിൻ, എന്താണ് ഷോണിന് പറയാനുള്ളത്? വേണു, ഈ കേസിലെ പ്രധാന പരാതിക്കാരൻ തന്നെയാണ് ഷോൺ ജോർജ്. ഏതായാലും ഷോൺ ജോർജ് നമ്മളോടൊപ്പം പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ഷോൺ, എങ്ങനെയാണ് ഈ ഒരു വിധിയെ കാണുന്നത്? രണ്ട് ഹർജികളാണ്. ഇപ്പോൾ KSIDCയുടെ ഹർജി തള്ളി, അതിന് പിന്നാലെ ഇപ്പോൾ വീണ എക്സാലോജിക്കിന്റെ ഹർജി. നമ്മളിതിനെ കുറച്ചുകൂടെ വൈഡായിട്ട് കാണണം. കാരണം ഇന്ത്യ പോലെ ഒരു എമർജിംഗ് എക്കണോമിയിൽ ഏറ്റവും അധികം കേസുകൾ ഇനി ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്രോഡുകൾ ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ചും കോർപ്പറേറ്റ് മേഖലയിലാണ്. അങ്ങനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് 2013 കമ്പനി ലോ പരിഷ്കരിച്ച് ഇത്തരത്തിലുള്ള ഏജൻസി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ആ ഏജൻസിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള എല്ലാ മേഖലയിലുള്ള ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ നടക്കുന്ന എല്ലാവിധ ഫ്രോഡുകളും കൃത്യമായി അന്വേഷിക്കാൻ കഴിയുന്ന അധികാരമുള്ളൊരു ഏജൻസിയാണ് SFIO. അതുകൊണ്ട് തന്നെ SFIO അന്വേഷണത്തിന് ചില ചട്ടക്കൂടുകളുണ്ട്. അതിന്റെ ആ SFIO അന്വേഷണത്തിൽ ഇടപെടുന്നത് സംബന്ധിച്ച് കൃത്യമായി സുപ്രീം കോടതി തന്നെ ചില മാനദണ്ഡങ്ങൾ ജഡ്ജ്മെന്റിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കോടതികൾ ആ വിഷയത്തിൽ ഒരു അന്വേഷണത്തിന്റെ പ്രൈമറി സ്റ്റേജിൽ ഇടപെടുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും കോടതി അത്തരത്തിലുള്ള ഒരു അലംഭാവം കാണിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഹർജി തള്ളുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജി മൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? പ്രത്യേകിച്ചും KSIDC ഒരു ഹർജി കൊടുത്തു, ഇപ്പോൾ എക്സാലോജിക്കും കൊടുത്തു. ഈ രണ്ട് ഹർജിയും ഈ അന്വേഷണം വേണ്ടെന്ന് പറയുന്നത് സത്യം പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അത് എടുത്തു പറയേണ്ട ഒരു ഉദാഹരണം, 31-ാം തീയതിയാണ് SFIO എൻക്വയറി ഓർഡർ ചെയ്തത്. അതിനുശേഷം അപ്പോൾ തന്നെ 4 വർക്കിംഗ് ഡേ അതിനുശേഷം ഉണ്ടായിരുന്നു. അന്നൊന്നും ഈ കേസ് ആരും കൊടുത്തില്ല. KSIDCയിലും CMRLലും റെയ്ഡ് കഴിഞ്ഞു, വിഭ്രാന്തി തുടങ്ങി, പിന്നെ പാനിക്കായി, പിന്നാണ് അവർ രണ്ടുപേരും കോടതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? CMRലും KSIDCയിലും നടത്തിയ റെയ്ഡിലും എൻക്വയറിയിലും നിർണായകമായ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. കാരണം ഈ രണ്ട് ഏജൻസിയിൽ ഇരിക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ട ആളുകളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും എന്തൊക്കെ രേഖകൾ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് നീങ്ങിയാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ നാടകങ്ങളും മുഖ്യമന്ത്രിയുടെ രാജി ഒഴിവാക്കാൻ വേണ്ടിയുള്ള നാടകങ്ങളാണ് ഈ നടക്കുന്നത് മുഴുവൻ. തീർച്ചയായിട്ടും അവർക്ക് പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. എവിടെ പോയാലും ഈ ഒരു സ്റ്റേജിൽ സ്വാഭാവികമായിട്ടും അറസ്റ്റിലേക്ക് വന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിലൊക്കെ കോടതി ഇടപെടൽ സ്വാഭാവികം ഉണ്ടാവും. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ SFIO നിയന്ത്രിച്ചാൽ ഇത് മാത്രമല്ല, ഇന്ത്യ ഒട്ടുക്ക് നടക്കുന്ന നിരവധി വിഷയങ്ങൾക്ക് നിരവധി അന്വേഷണങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ SFIO നിയന്ത്രിക്കുന്ന കാര്യത്തിൽ കോടതി വളരെ ഒരു ബ്രോഡ് മൈൻഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു GST കേസ് മാത്രമാണ് എന്ന് ആദ്യം പറഞ്ഞത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു വലിയ തട്ടിപ്പിന്റെ ഒരു ചുരുളഴിഞ്ഞു വരികയാണ്. GST, വിജിലൻസ് കേസ്, അതുപോലെ ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, ഇതിനകത്തൊക്കെ നമ്മൾ കൃത്യമായൊരു ട്രാക്കിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ട്രാക്ക് ഡൈവേർട്ട് ചെയ്യാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 2 ദിവസം ഞാൻ ഒരു മാധ്യമങ്ങളിലും ഞാൻ പ്രത്യക്ഷപ്പെടാതിരുന്നു. എന്നെ എല്ലാവരും വിളിച്ചിട്ട് ഞാൻ പോകാതിരുന്നൊരു കാര്യം, വലിയ രീതിയിൽ മാധ്യമങ്ങൾ അതിനകത്ത് പങ്കാളികളല്ല. കാരണം വിഷയം വരുന്നു, ആ വിഷയത്തിൽ മാധ്യമങ്ങൾ ചർച്ച നടത്തുന്നല്ല, അത് മാധ്യമങ്ങൾ ഇതിനകത്ത് പങ്കാളികളല്ല. പക്ഷെ വളരെ ആസൂത്രിതമായി നമ്മൾ പോകുന്ന റൂട്ടിൽ നിന്നും ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാൻ എനിക്ക് ഒരു ദിവസം 100-200 ഡോക്യുമെന്റ്സ് ആണ് പലരും സ്നേഹം കൊണ്ട് കൊണ്ടുതരുന്നത്. അത് എന്താണ് അതിനകത്ത് 90% ആളുകളും എന്നെ വിളിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് കുറെ ആളുകളെ പർപ്പസ്ഫുള്ളി എന്നെ ചുറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്താ, കുറെ ഫേക്ക് ഡോക്യുമെന്റ്സ് തരാം, ഞാൻ ഇതെല്ലാം കയറി പിടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ക്രക്സിൽ നിന്നും ഞാൻ മാറിപ്പോകണം, അങ്ങനെ വലിയ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടക്കുന്ന പല വിഷയങ്ങളിലും ഇത്തരം ശ്രമങ്ങളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ ഒരു എക്സാലോജിക്കിന്റെ കേസിൽ മാത്രമാണോ ഈ SFIO അന്വേഷണം ഇനി പോകാൻ സാധ്യതയുള്ളത്? കൂടുതൽ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ട്? എക്സാലോജിക്കിലേക്ക് മാത്രം പോയാൽ മതിയെങ്കിൽ നമുക്ക് 210 എൻക്വയറി മതിയായിരുന്നു. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പക്ഷെ ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ അധികാര ദുർവിനിയോഗം ഉണ്ടായിട്ടുണ്ട്. ആ അധികാര ദുർവിനിയോഗത്തിലൂടെ അവർ ഈ കമ്പനിക്ക് ചെയ്തു കൊടുത്ത അനധികൃതമായ ഇടപാടുകളുടെ പ്രതിഫലമാണ് മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയത്. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ആ അനധികൃതമായ ആ ഇടപാടുകൾ എന്താണ്, ആ ഇടപാടുകളിൽ ആരൊക്കെ എത്രയൊക്കെ പറ്റിയിട്ടുണ്ട്, അത് മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ല, ഇവിടുത്തെ ഞാൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് മാത്രം പറയുന്നില്ലല്ലോ, ഇവിടെ ആരൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ശരി, SFIO അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ച പരാതിക്കാരൻ ഷോൺ ജോർജ് ആണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി വിധിയെപ്പറ്റി
പ്രതികരിക്കുന്നത്.